ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. യെസ്, എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയുണ്ട്, ഒരാളുടെ തിരിച്ചുവരവ്. ഇറ്റ്സ് അബൌട്ട് നസ്രിയ നസീം. നസ്രിയ ഫഹദ്. ഓക്കെ, നസ്രിയ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പൊ ഉറപ്പായിട്ടും ആ കുട്ടിയുടെ പടം ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി കാണാൻ ആഗ്രഹിക്കും. പ്രത്യേകിച്ചും അവരുടെ പടങ്ങളിലെല്ലാം ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. എന്നാൽ ഇപ്രാവശ്യം ഇത്തിരി വ്യത്യസ്തം പോയി. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് പടത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. യെസ്, ഇറ്റ് ഈസ് അബൌട്ട് സൂക്ഷ്മദർശിനി. ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ടിരുന്നു. ഇതിന്റെ ഒരു പാട്ട് എന്തോ ഇറങ്ങി, ട്രെയിലറിൽ എന്തോ പാട്ട് സംതിങ്. അങ്ങനെയാണ് ഞാൻ ഈ പടത്തെ കുറിച്ച് നസ്ര തിരിച്ചു വരുന്നു എന്ന് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പടം മിസ്സാക്കാൻ എനിക്ക് വയ്യായിരുന്നു. സോ ഒരു ഐഡിയയും ഇല്ലാതെയാണ് എനിക്കൊന്ന് കാണുന്ന എല്ലാവർക്കും അത് തന്നെ ആയിട്ടുണ്ടാവും. മിസ്റ്ററി ത്രില്ലർ ആണോ, കോമഡി ആണോ, റൊമാൻസ് ആണോ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒരു ഐഡിയയും ഇല്ലാതെയാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. നസ്രിയ, ബേസിൽ, അഖില, അങ്ങനെ ബെഞ്ച് ഓഫ് ആൾക്കാർ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ്, അതായത് ഒരു കോമഡിക്കുള്ള ഒരു ബെഞ്ച് ഓഫ് ആൾക്കാരുണ്ട്, പ്രേമത്തിനുള്ള ഒരു ബെഞ്ച് ഓഫ് ആൾക്കാരുണ്ട്. എല്ലാവരും അതിനകത്തുണ്ട്, ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഈ പടം മൊത്തം ടോട്ടലി ആ പേര് അന്വർത്ഥമാക്കുന്ന പോലെ, അല്ലെങ്കിൽ പേരിനോട് നീതി പുലർത്തുന്നുണ്ട്. വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രം നമുക്ക് ഈ പടം എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇതിന്റെ ഡയറക്ഷൻ MC ജിതിനാണ്. ജിതിനോടൊപ്പം തന്നെ 3 പേര് ചേർന്ന് എഴുതിയിരിക്കുന്നത്. AV അനൂപ്, MC ജിതിൻ, ലിബിൻ, അതുൽ രാമചന്ദ്രൻ. 3 പേര് ചേർന്നുള്ള സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ്. പ്രൊഡ്യൂസേഴ്സ് AV അനൂപ്, ഷൈജു ഖാലിദ്, സമീർ താഹിർ. അതിലെ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിലെ ഒരാളാണ് MC ജിതിൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഡയറക്ടർ കം സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. മൊത്തം പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ ആണ്. അത് കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബേസിലും നസ്രിയയ്ക്ക് നമുക്കൊരു വേറെ ലെവലാണല്ലോ. എന്തായാലും നസ്രിയയുടെ തിരിച്ചുവരവ് അതിഗംഭീരമായിട്ടുണ്ടായിരുന്നു. ബേസിൽ വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത് ഒരു ടോട്ടൽ, ഇതിന് എന്താണ് പറയേണ്ടത്? നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നന്നായിട്ടുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മിസ്റ്ററി ആൻഡ് ത്രില്ലർ എന്ന ജോണറിലെ നമുക്കിത് പെടുത്താൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അതിനൊക്കെ അപ്പുറം ഞാൻ നിങ്ങളോട് പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു സാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പോ നടക്കുന്ന ഒരു കാര്യത്തെ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൊത്തം ടോട്ടൽ ഇതിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഇത് എന്താണ് വ്യത്യസ്തത? പ്രത്യേകിച്ച് വ്യത്യസ്തമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇപ്പൊ നടക്കുന്നതാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം നമ്മുടെ നാട്ടിലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡന്റിനെ എടുത്തിട്ടാണ് ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി, അല്ലെങ്കിൽ അതിൽ തിരക്കഥ എഴുതി ചേർത്തിരിക്കുന്ന രീതി, ആ തിരക്കഥ റെൻഡർ ചെയ്തിരിക്കുന്ന രീതി, ഇതൊക്കെയാണ് സൂക്ഷ്മദർശിനിയെ വ്യത്യസ്തമായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കുന്നത്. തീർച്ചയായിട്ടും പടം ഓടും. അത്യാവശ്യം നമുക്ക് ഒരു മൊമെന്റിലും നമ്മൾ ഇങ്ങനെ കണ്ണ് ചിമ്മാതെ കാണും. എന്നാൽ അതിനുള്ള കോലാഹലങ്ങളോ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോറോ പേടിപ്പിക്കുന്ന സീന് അങ്ങനൊന്നുമില്ല ഇതിനകത്ത്. കോമഡിക്ക് കോമഡി ഉണ്ട്, ചിരിപ്പിക്കലുണ്ട്, വളിപ്പിന് വളിപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സോങ്സ് ഒന്നുമില്ല കേട്ടോ. സോങ്സ് ഇല്ല, അതാണ് ഈ സംഭവത്തിൽ. എനിക്ക് മിശ്രിതത്തിലൂടെ സോങ്സ് അല്ലേ. എനിവേ, നസ്രയുടെ പടത്തിൽ എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും സോങ്സ് ഇല്ലാത്തൊരു പടം ഇറങ്ങുന്നത്. ഒരു പ്രത്യേകത എന്തെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു അറിവായിരിക്കും കേട്ടോ. തെറ്റാണെങ്കിൽ പ്രേക്ഷകർ സദയം ക്ഷമിക്കുക. നസ്രയുടെ പടത്തിൽ സോങ് ഇല്ലാത്തൊരു പടം ആദ്യമായിട്ടായിരിക്കും. കാരണം നസ്രയുടെ എല്ലാ പടങ്ങളിലും സോങ്സ് ഉണ്ട്. അതുമാത്രമല്ല, സോങ്സ് മിക്കതെന്നല്ല, ഓൾമോസ്റ്റ് അവർ ചെയ്തിരിക്കുന്ന ഒരു പടങ്ങളിൽ അത് 95% പടത്തിലുമുള്ള സോങ്സും ഹിറ്റാണ്. മൂളിപ്പാട്ട് നമ്മുടെ ചുണ്ടുകളിൽ മൂളിപ്പിക്കുന്ന പാട്ടുകളാണ് മിക്കത്. ഇതിലാണ് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത്. നസ്രയെ മെച്ചൂർഡാക്കിയായിട്ട് കാണിക്കാൻ സംവിധാനം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് തോന്നില്ല കേട്ടോ. നസ്രയെ മാരീഡ് ആണ്, അങ്ങനെ ഒരു മാരീഡ് വുമൺ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് തോന്നില്ല. എനിവേ, എന്തായാലും അഖില, അവരുടെ പേര് ഞാൻ മറക്കാതിരിക്കാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവർ അടിപൊളി കോമ്പേട്ടോ. ഞാൻ അവരെ അന്ന് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നവരെ നമ്മുടെ പ്രേമലുവിന്റെ സിനിമയിലാണ്. നമ്മുടെ എന്താ പറയാ, മമിതയുടെ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവര് ഭയങ്കര ടാലന്റഡ്. ഷീസ് ലൈക്ക് എ സട്ടിൽ ആക്ട്രസ്. എന്തോ ഒരു പ്രത്യേകത അവർക്കുണ്ട്. അവര് തമാശയ്ക്ക് തമാശയും സീരിയസിനും കോമഡി എല്ലാം കൊള്ളാം. നല്ലൊരു ആക്ട്രസ് അവർ. എനിക്ക് അവർ നേരത്തെ തന്നെ മെൻഷൻ ചെയ്യണമെന്നുണ്ട്. എനിവേ, നസ്രിയ സൂപ്പറായിട്ട് കംബാക്ക് ചെയ്തിട്ടുണ്ട്. നസ്രിയ, ബേസില്, ബാക്കിയുള്ള പേരുകൾ എല്ലാവരും ഓർത്തിരിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. എന്നാലും നന്നായിട്ട് ഒരു സൂക്ഷ്മദർശിനിയിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ശ്രദ്ധിക്കും. അതായത് പ്രേക്ഷകനെ നമ്മളിപ്പോ ഒരു ഹാളിലൂടെ അല്ലെങ്കിൽ ഒരു സൂക്ഷ്മദർശിനിലൂടെ നമ്മളിങ്ങനെ
തുറച്ചു നോക്കത്തില്ല. അപ്പൊ നമ്മൾ ആ കുറച്ച് മൊമെന്റിലേക്കെങ്കിലും നമ്മൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യില്ലേ, ആ ഒരു തീം ഈ പടത്തിൽ ഒരു ഓൾ ത്രൂ കൊണ്ടു ചെന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ മിസ്റ്ററി ക്രൈം ത്രില്ലർ ആണ്. നല്ല ട്വിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ, ട്വിസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്, ക്ലൈമാക്സ് അടിപൊളിയാണ്. ഇത് കുറെ ഭാഗങ്ങളിൽ ഇത് പ്രഡിക്റ്റഡ് ആയിരുന്നു. ചില ട്വിസ്റ്റ് ഒക്കെ മിക്കതും പ്രഡിക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞു, അതാ പറഞ്ഞു, അങ്ങനെ ഭയങ്കര സ്ലോ മോഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മ്യൂസിക്കിന്റെ അകമ്പടി, ഭയങ്കരമായിട്ടുള്ള ഞെട്ടൽ, ട്രാജഡി, ഇതൊന്നും അതിനകത്തില്ല. പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട വ്യത്യസ്തമായിട്ടൊരു സിനിമ, അതായത് നോർമൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഇപ്പോൾ യഥേഷ്ടം നടക്കുന്ന ഒരു ക്രൈംസ് അല്ലെങ്കിൽ യഥേഷ്ടം നടക്കുന്ന ഒരു സംഭവത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി സംവിധായകൻ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് മാത്രമാണ് എനിക്ക് സൂക്ഷ്മദർശിനിയെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നസ്രിയ കം ബാക്ക് എഗെയിൻ. ഇനിയും നിങ്ങൾ ഇതുപോലെ നല്ല നല്ല പടങ്ങൾ ചെയ്യുക. നസ്രിയ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവര് കുറെ നാളിന് ശേഷം, ഒരു ഗ്യാപ്പിന് ശേഷം അവര് വരികയാണെന്ന് തോന്നുകയില്ല. സോ ഷീസ് സച്ച് എ വണ്ടർഫുൾ ആക്ട്രസ് ആസ് ഓൾവേസ്. അതും അവർ ഇന്നാത്തും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, കൊടുത്ത വേഷം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. എന്തായാലും MC ജിതിന് ഒരു ഹാറ്റ്സ് ഓഫ്. ബിക്കോസ് അയാൾ നന്നായിട്ട്, ആ സ്ക്രിപ്റ്റാണ് എപ്പോഴും നായകന്മാരെ അല്ലെങ്കിൽ നായികമാരെ ഒരു പടത്തിന് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ആ സ്ക്രിപ്റ്റിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ കരുക്കളും നീക്കി വെച്ചുകൊണ്ട്, കോട്ടയത്തിന്റെ ലൊക്കേഷൻ കോട്ടയമാണെന്ന് പറയുന്നത്, പക്ഷെ എനിക്ക് കോട്ടയമാണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. അതൊരു ഫീൽ ഉണ്ട്. ഇനി എവിടെയാണെന്ന് പറഞ്ഞുകൂടെ. ഇനി എന്തായാലും ആ മനോഹരമായ ആ കോട്ടയം ഭാഗത്ത് മനോഹരമായ ഒരു ഹൗസിംഗ് ലൊക്കേഷനിൽ അവർ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ച അതിമനോഹരമായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ, മിസ്റ്ററി ത്രില്ലർ, നോട്ട് എ ക്രൈം ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, മിസ്റ്ററി ക്രൈം ത്രില്ലർ ഡ്രാമ, ഒരു ഡ്രാമ. ചിലപ്പോൾ ഒരു പക്ഷേ അവാർഡിനൊക്കെ ചിലപ്പോൾ ഇതിന് എന്ന് വെച്ചാൽ അവാർഡ് മൂവി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ ഒരു സാധ്യത ഈ പടത്തിന് ഞാൻ കാണുന്നുണ്ട്. ഒരു കൊമേഴ്സ്യൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറായിട്ട് വേണമെങ്കിൽ ഇതിനെ പരിഗണിക്കുക. കാരണം ഒരു വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട്. സോ എനിവേ, നമുക്കൊരു നല്ല ക്രൈം ത്രില്ലർ കണ്ട് സംതൃപ്തിയോടുകൂടി, പടം എന്തായാലും ഒരു മൊമെന്റിൽ നമ്മൾ മടുക്കത്തില്ല. അത് എന്റെ ഗ്യാരണ്ടിയാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ പോയി കാണുക, പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് നസ്രിയ. ഓക്കെ, ബൈ ബൈ. അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ, വീണ്ടും ശ്രദ്ധിക്കും വരെ, വണക്കം.